സിറ്റി സ്കാൻ അപ്ഡേറ്റ്സിലേക്ക്. സംസ്ഥാനത്ത് ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന തവനൂരിൽ ഇത്തവണ കാറ്റ് മാറി വീശുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പേ മത്സരരംഗത്തുണ്ടാവില്ലെന്ന് പ്രഖ്യാപിച്ച KT ജലീൽ ഇത്തവണയും തവനൂരിൽ നിന്നു തന്നെ അംഗത്തിനിറങ്ങിയിരിക്കുകയാണ്. തവനൂരിൽ എതിരാളിയായി VS ജോയി കൂടി എത്തിയതോടെ മത്സരം ശ്രദ്ധേയമായിരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ പോലെയല്ല ഇത്തവണ കാര്യങ്ങൾ. ജലീൽ നടത്തിയ ഓരോ നീക്കങ്ങളും തുടക്കത്തിലെ പാളുന്ന കാഴ്ചയാണ് തവനൂരിൽ കണ്ടത്. മുസ്ലിം ലീഗിലെ അതൃപ്ത വോട്ടുകൾ കണ്ണുവെച്ചായിരുന്നു ജലീലിന്റെ തുടക്കമെങ്കിലും VS ജോയിയുടെ സ്ഥാനാർത്ഥിത്വം ആ പഴുതുകളെല്ലാം അടച്ചു കഴിഞ്ഞു. സന്ദീപ് വാര്യരേക്കാൾ മണ്ഡലത്തിൽ സ്വാധീനമുള്ള ജോയി എത്തിയതോടെ UDF ക്യാമ്പ് ആവേശത്തിലാണ്. വിട്ടുനിൽക്കുന്നവരെയും പിണങ്ങി നിൽക്കുന്നവരെയും ഒപ്പം കൂട്ടിയാണ് VS ജോയിയുടെ മുന്നേറ്റം. ലീഗിന് സീറ്റ് ലഭിച്ചാൽ മത്സരിക്കുമെന്ന് കരുതിയിരുന്ന ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CP ബാബഹാജിയെ തന്നെ മുൻനിർത്തിയാണ് ജോയിയുടെ പ്രചാരണം. ഇത് UDFിലെ ഐക്യം ഉറപ്പിക്കാൻ സഹായിച്ചു. ബാബഹാജിയുടെ സാന്നിധ്യം മണ്ഡലത്തിലെ ലീഗ് വോട്ടുകൾ ചോരാതെ ജോയിക്ക് ലഭിക്കാൻ കാരണമാകുമെന്ന് UDF കണക്കുകൂട്ടുന്നു. അതേസമയം മത്സരിക്കാനില്ലെന്ന് പറഞ്ഞ ജലീൽ പിന്നീട് നിലപാട് മാറ്റിയതും പൊന്നാനി സീറ്റിനായി ശ്രമിച്ചതും മണ്ഡലത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഒടുവിൽ തവനൂരിൽ തന്നെ മത്സരിക്കേണ്ടി വന്നത് ജലീലിന് വലിയ തിരിച്ചടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. സ്വന്തം തട്ടകത്തിൽ പൊരുതി ജയിക്കുക എന്നത് ഇത്തവണ ജലീലിന് അത്ര എളുപ്പമാകില്ല. തന്ത്രങ്ങളുടെ ആശാനായ KT ജലീലിന് ഇത്തവണ തവനൂർ ബാലികേറാം മലയാകുമോ, അതോ മണ്ഡലത്തിലെ വോട്ടർമാർ വീണ്ടും അദ്ദേഹത്തെ തുണയ്ക്കുമോ? UDFിന്റെ ഐക്യവും VS ജോയിയുടെ യുവത്വവും ജലീലിന്റെ പരിചയ സമ്പന്നതയുമായി ഏറ്റുമുട്ടുമ്പോൾ ഫലം പ്രവചനാതീതമാണ്. ഏറ്റവും വലുത് ഫാമിലിയാണ്. വലിയ ഷോറൂം, വലിയ സൗകര്യങ്ങൾ, വലിയ ഫാമിലി. തിരൂരിൽ ഫാമിലി വെഡിംഗ് സെന്റർ.